Hey beautiful souls, welcome back to my channel Divine Speaks. ഇനി നമുക്ക് അവിട്ടം നക്ഷത്രത്തിന്റെ ഒക്ടോബർ മന്ത് വൈബ്സ് എന്താണെന്ന് നോക്കാം. എന്തൊക്കെ മേജർ ട്രാൻസ്ഫോർമേഷൻ ആണ് അവരുടെ ലൈഫിൽ ഉണ്ടാകുക, എന്തൊക്കെ ചേഞ്ചസ് ആണ്, കരിയറിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുക, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ്, മേജർ ബ്ലെസ്സിങ്സ് ഒക്കെ ഒക്ടോബർ മാസത്തിൽ ഉണ്ടാകുക എന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സ് എന്ത് ബ്ലെസ്സിങ്സ് ആണ് അവർക്ക് നൽകാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഗൈഡൻസ് ആണ് നൽകുന്നത്. ഓക്കെ, എന്ത് ബ്ലെസ്സിങ്സ് ആണ് അവിട്ടം നക്ഷത്രത്തിലെ വ്യക്തികൾക്ക് ലഭിക്കാൻ പോകുന്നത്, എന്താണ് ഒക്ടോബർ മന്തില് അവരുടെ എനർജി ലെവൽ. എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ് അവരുടെ ലൈഫിൽ ഉണ്ടാകുക. എന്തൊക്കെ ചലഞ്ചസ്, എന്തൊക്കെ ബ്ലെസ്സിങ്സ്. ഓക്കെ, ഗുഡ്, ഗ്രേറ്റ്. കരിയറിലെ മാറ്റങ്ങൾ, ട്രാൻസ്ഫോർമേഷൻ, പോസിറ്റീവ് വൈബ്സ്. ഓക്കെ, എന്തൊക്കെ ഗൈഡൻസ് ആണ് യൂണിവേഴ്സിന് നൽകാനുള്ളത്. ഓക്കെ, നമുക്ക് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത് അവിട്ടം നക്ഷത്രത്തിന്റെ റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ സേവിങ്സ് ഒക്കെ ഈ മാസം ആരംഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ പോളിസികൾ എടുക്കാനോ അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സേവിങ്സോ അസറ്റാക്കി മാറ്റി വെക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന എന്തോ ഒരു കാര്യം പൂർണ്ണതയിൽ എത്തിച്ചേരുന്നുണ്ട്. ഒരു ട്രാൻസ്ഫോർമേഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തിലാണോ ഫോക്കസ്ഡ് ആയിരുന്നത് കുറച്ച് നാളുകളായിട്ട്, ആ ഒരു കാര്യം സക്സസിലേക്ക് അടുത്തു കഴിഞ്ഞു. ഈ മാസം അതിന്റെ കംപ്ലീഷൻ ആണ്. അത് നിങ്ങളുടെ എഫേർട്ടിനുള്ള എന്താ റിസൾട്ട് കിട്ടും. ഓക്കെ, അതവിടെ കാണുന്നുണ്ട്. അതുപോലെ ഈ മാസം നിങ്ങൾ വിവാഹിതരായവരാണെങ്കിൽ അമ്മയാകാനുള്ള ചാൻസ്, അല്ലെങ്കിൽ അമ്മയാകാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്തയൊക്കെ അറിയാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ നല്ല ബോൾഡായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ത്രീ എന്ന പേരിൽ നിങ്ങൾ അഭിമാനിക്കാം, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പാരൻസ് അഭിമാനിക്കും. ആ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ചില സമയങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും, ഇത് സ്ത്രീകളാണെങ്കിലാണ് ഞാൻ പറഞ്ഞതല്ലേ. അപ്പോൾ സ്വന്തം കഴിവ് കൊണ്ട് വളർന്ന് മുന്നിലേക്ക് എത്തിയവരായിരിക്കും, വളരെ ഉയർച്ചയിൽ എത്തിയവരായിരിക്കും. അപ്പോൾ അവര് അങ്ങനെയാണെങ്കിലും പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ സന്തോഷമായിട്ട് തോന്നുന്നു എങ്കിലും ഉള്ളിന്റെ ഉള്ളില് നിങ്ങൾ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരാണ്. ലൈഫിൽ എന്തോ ഒരു ശൂന്യത എപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അത് ഈ ഒക്ടോബർ മന്തും അതിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ മറന്ന് മുന്നോട്ട് പോകണം. അതിൽ സ്റ്റിക്ക് ഓൺ ആവരുത് ഒരിക്കലും. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കടമകളൊക്കെ മറന്നുകൊണ്ട് എങ്ങോട്ടേക്കോ ഒളിച്ചോടി പോകാനൊരു ടെൻഡൻസി നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട്. ഇനി എനിക്ക് ഫേസ് ചെയ്യാൻ വയ്യ, അല്ലെങ്കിൽ എനിക്ക് ഇനി മുന്നോട്ടുള്ള എന്തിനാണ് ഞാൻ മുന്നോട്ട്, അങ്ങനെയൊക്കെ ഉള്ളൊരു തോട്ട്സ് മൈൻഡിൽ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് ഒക്ടോബറിൽ. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, അതിനടിമപ്പെട്ടു പോകരുത്. ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. നിങ്ങളുടെ എന്താ ചെയ്യുക, നമുക്ക് എന്ത് വന്നാലും നമ്മുടെ ഹാർഡ് വർക്കിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ കയ്യിലെത്തിക്കാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എഫേർട്ട് എന്താണോ അത് ഇട്ട് കൊടുക്കുക. ബാക്കി യൂണിവേഴ്സ് തരും. നിങ്ങൾ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും, അത് പിന്നെ പിന്നെ അത് ശരിയായിക്കോളും. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണെങ്കിലും വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കും. സോ നിങ്ങൾക്കായിട്ട് വരുന്ന ഭാഗ്യങ്ങളൊക്കെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ, ഒരു വർക്കും ചെയ്യുന്നില്ല. കാരണം ഒരു ആക്ഷനും എടുക്കാതെ നിങ്ങൾ എപ്പോഴും ഒരു തിങ്കിങ് സ്റ്റേജിലാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന ബ്ലെസ്സിങ്സ് എല്ലാം നീങ്ങി പോവുകയാണ് ചെയ്യുന്നത്.
ചിന്ത മാത്രമാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ളത്. അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾക്ക് കിട്ടിയ എന്തൊക്കെയോ സെറ്റ് ബാക്സ്, തിരിച്ചടികൾ, അത് നിങ്ങളെ എപ്പോഴും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ബിസിനസ്സിലോ ഫ്രണ്ട്ഷിപ്പിലോ ഒക്കെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട്. നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ ഒരു ടീമിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ തീരുമാനം നല്ലതായിരിക്കാം, അല്ലെങ്കിൽ നല്ലതല്ലായിരിക്കാം. കൂടെ നിൽക്കുന്നവരെ നിങ്ങൾ ഒറ്റപ്പെടുത്തിക്കൊണ്ട് മാറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. അത് അവർക്ക് വേണ്ടിയോ നിങ്ങൾക്ക് വേണ്ടിയോ എന്നറിയില്ല. തിരിച്ചാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ഒറ്റപ്പെടുത്തുന്നതായിട്ട്, കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഒറ്റപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഒക്ടോബർ മന്ത് നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു സ്റ്റെബിലിറ്റി കൈവരിച്ചു വേണം നിൽക്കാൻ. അപ്പോൾ ചുറ്റിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു വഞ്ചനയോ ചതിയോ അല്ലെങ്കിൽ ഒരു തിരിച്ചടി കിട്ടിയാൽ പിടിച്ചു നിൽക്കാനുള്ള സ്ട്രെങ്ത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പതറിപ്പോകാൻ പാടില്ല. ഒക്ടോബർ മന്തിൽ അങ്ങനെ ഒരു ഇത് കാണുന്നുണ്ട്. കൂടെ നിൽക്കുന്നവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനമൊക്കെ ഉണ്ടാകാം. അപ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് ആ വഴിയിൽ നിന്ന് മാറി നടക്കുക. ഓക്കെ. പിന്നെ നിങ്ങൾ ഈ തിങ്കിങ് മാത്രമാണ് ഉള്ളതെന്ന് പറഞ്ഞു. നിങ്ങൾ തിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കരുത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആക്ഷൻ എടുക്കണം. എന്താ പറയാ, സമ്പത്ത് വർദ്ധിപ്പിക്കണമെങ്കിൽ, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് സ്റ്റേബിൾ ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് റിസ്ക് എടുക്കണം. ബിസിനസ് ആണെങ്കിൽ ഒരു റിസ്ക് ആണല്ലേ. നമ്മൾ ജോലിക്ക് എന്തിലും റിസ്ക് ഉണ്ട്. റിസ്ക് ഫാക്ടർ ഇല്ലാത്ത ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല, അങ്ങനെയല്ലേ. അപ്പോൾ നിങ്ങൾ ജോലി ആണെങ്കിൽ റിസ്ക് ഉണ്ടാവും. നമ്മളൊരു ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ അവിടെ റിസ്ക് ഉണ്ടാവും. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് റിസ്ക് ആണ്. നമ്മൾ ക്ലാസ് പഠിക്കുന്നത് എല്ലാത്തിലും റിസ്ക് ഉണ്ടാവും. പക്ഷെ അതല്ല, അതിനെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ അതിനെ വേണ്ടിയിട്ട് പ്രയത്നിക്കണം. പ്രയത്നിച്ചു കഴിഞ്ഞാൽ പ്രോസ്പെറിറ്റി ആണ്, നമുക്ക് നല്ല റിച്ച്നെസ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പൊ കുറച്ച് ഒറ്റപ്പെടലും കൂടെയുള്ളവരിൽ നിന്നുള്ള ഒരു ബുദ്ധിമുട്ടും ഒക്കെ നിങ്ങൾക്ക് നേരിടുമെങ്കിലും അത് ഇങ്ങനെ ചിന്തിച്ച് സമയം കളയാതെ നിങ്ങൾ നിങ്ങളുടെ ഗോളിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടായില്ല. ഓക്കെ. നിങ്ങളുടെ ഏർണിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സേവിങ്സ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒക്ടോബർ മന്ത് മിഡ് തൊട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. പക്ഷെ കുറച്ച് കെയർഫുൾ ആയിരിക്കണം ലൈഫിൽ. ഓക്കെ. പക്ഷെ ലാസ്റ്റ് ഒക്ടോബർ എൻഡ് ആവുമ്പോൾ നിങ്ങൾ എന്തോ ഒരു ഗോൾ, നിങ്ങളുടെ പാഷൻ നിങ്ങൾ അത് ഫോളോ ചെയ്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചിരിക്കും. ഇടയ്ക്ക് നിങ്ങളൊന്ന് ഒറ്റപ്പെടലും ശൂന്യതയും ഒക്കെ ആയിട്ടിരുന്നെങ്കിലും ഒക്ടോബർ എൻഡോടുകൂടി നിങ്ങൾ എന്തിലാണോ ഫോക്കസ്ഡ് ആയിരുന്നത്, അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ പാഷൻ, അത് ഫോളോ ചെയ്യും. അതിന് ഉറച്ചൊരു തീരുമാനം എടുക്കുകയും ചെയ്യും. അതുമായിട്ട് വളരെ ബോൾഡായിട്ട് മുന്നോട്ട് പോകും. ഓക്കെ. ഇതാണ് അവിട്ടം നക്ഷത്രത്തിന്റെ ഈ കറന്റ് മന്ത് ഒക്ടോബർ മന്ത് റീഡിംഗ്. ഓക്കെ. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. സോ നിങ്ങളുടെ ലൈഫിലെ ബ്ലെസ്സിങ്സും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ കമന്റ്, ലൈക്ക്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഓക്കെ. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് നമ്പർ ഉണ്ട്, ജസ്റ്റ് ഒരു മെസ്സേജ് ഇടുക. ഓക്കെ. Hope you like this video. Stay tuned. Have a nice day.